ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് കുക്കിംഗ് വ്ളോഗാണ്. ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുന്ന സദ്യയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇഡലി വെച്ചിട്ടുണ്ട്. ഇഡലി വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം വിശേഷ ദിവസങ്ങൾ നമുക്ക് രാവിലെ പൊതുവെ ഇഡലിയാണ്. സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ സാമ്പാറുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി വെണ്ടയ്ക്കായും ഒക്കെ എടുത്ത് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിനി ഇത് പരിപ്പ് വേവിച്ച് വെച്ചേക്കുവാണ്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഇത് ചെറിയ മറ്റേ പരിപ്പാണ്, പരിപ്പ് വലിക്കുള്ള പരിപ്പാണ്. ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മുടെ മറ്റേ സാമ്പാറുള്ള പരിപ്പിട്ട് അങ്ങോട്ട് വേവിക്കാൻ പോവാണ്. രാവിലെ കാപ്പി എടുക്കുവാണ്. അപ്പം നമ്മുടെ ഇഡലി സെക്ഷൻ രാവിലെ ഒരു ഇഡലി ആയിട്ടുണ്ട്. ഒരു തട്ട് വെച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് മാറ്റി വെക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ തക്കാളി വെണ്ടയ്ക്കൊക്കെ ഒന്നിച്ചിട്ടങ്ങ് അടിക്കുക പതിവ്. പക്ഷേ വിശേഷ ദിവസം ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് വഴറ്റി ചേർക്കും. അപ്പോൾ അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് മയം കൂടിപ്പോയെന്ന് തോന്നുന്നു, ഒട്ടിപ്പിടിക്കുന്ന പോലെ. ഇനി ഒരു തട്ട് കൂടി വെച്ചിട്ട് നോക്കട്ടെ, ബാക്കി കൂടെ വെച്ചുകൂടെ വേണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വിസിലൊക്കെ വരും. നമുക്ക് അവിയലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സാമ്പാറിന്റെ പരിപ്പെല്ലാം വെന്ത് നമുക്ക് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് സവോളയും കട്ടി വെച്ച മുരിങ്ങക്കായും കറിവേപ്പിലയും ക്യാരറ്റും എല്ലാ പച്ചക്കറികളും നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനവിടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ടാലും ഒരു മണമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടു വറുക്കുന്നതിന് മുന്നേ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും. തക്കാളിയും വെണ്ടയ്ക്കായും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തു. സാമ്പാർ കൊഴുത്ത് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തു. പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാനായിട്ട് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേട്ടനാണെങ്കിൽ ഒരുപാട് കൊഴുത്തിരിക്കണം സാമ്പാർ. പക്ഷേ ഇച്ചിരി തണുത്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി വെള്ളമാണെങ്കിലും തണുത്ത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കൊഴുക്കുകയും ചെയ്യും. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചുമന്ന സാമ്പാറാകുമ്പോൾ ഇഷ്ടം. അപ്പോൾ ചുമന്ന സാമ്പാർ ആയിക്കോട്ടെ. അതാണ് എനിക്ക്. പക്ഷേ മഞ്ഞ കളറിരിക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ്. നമുക്ക് ചേർക്കാനുള്ളത് കായമാണ്. ഇനി ഞാൻ കട്ടക്കായം ചേർക്കാൻ പോവാണ്. സാധാരണ സാമ്പാർ പൊടി മറ്റേ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നി സദ്യക്കൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി കായത്തിൻ്റെ മണം നന്നായിട്ട് രസം നിൽക്കണമെങ്കിൽ കട്ടക്കായമാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടക്കായം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഇന്നലെ വാങ്ങിയതാണ്. കായപ്പൊടി ഉണ്ടായിട്ടൂടി ഞാൻ മേടിച്ചതാണ്. കായത്തിൻ്റെ മണം ഇച്ചിരി ഇറിച്ച് നിൽക്കണം. അപ്പോൾ ഇത്രയും കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതങ്ങോട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. കാരണം ഓൾറെഡി നമ്മുടെ പരിപ്പ് വേവിച്ചതാണ്. വേവിച്ച പരിപ്പായതുകൊണ്ട് 2 വിസിൽ അടിച്ച് നമ്മൾ പരിപ്പ് വേവിച്ചതാണ്. അപ്പം ഒരു വിസിൽ മതി. അപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തോളും. കാരണം ഒരുപാട് വേഗം കട്ടിയുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നതാണ്. നമ്മുടെ അവിയൻ്റെ കഷ്ണങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഓടി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ അതിൻ്റെ പണികൾ ബാക്കി നോക്കാം. അപ്പോഴത്തേക്ക് ഇത് വെന്തോളും. ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് കയറി വന്നാൽ മതിയല്ലോ. അപ്പം നമുക്ക് ബാക്കി പരിപാടി കട്ട് ചെയ്തെടുക്കാം. അവിയലിൻ്റെ ബാക്കി പരിപാടി ഇഡലിയും രാവിലെ ബാക്കി സെക്ഷനോട് വെന്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വിസിൽ കേൾക്കുമ്പോൾ അകത്തോട്ട് കയറി വരാം. ബാക്കി ഇനി പുറത്ത് പോയി കട്ട് ചെയ്യാം. അപ്പം നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി കഴുകി എടുക്കണം. ചേന വേറെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചേന ചൊറി. അപ്പോൾ അതൊന്ന് പ്രത്യേകം വേറെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് എടുത്തോണ്ട് വരാം. സാമ്പാറിൻ്റെ കടു വറുത്ത് നമുക്കിനി തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാം. എണ്ണ ചൂടായി വരട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർക്കണം, വറ്റൽമുളകും ചേർക്കണം. നമുക്ക് എണ്ണ ചൂടായി വന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില
സാമ്പാറിന് കറിവേപ്പില ഇട്ടാൽ വെച്ചത്, എന്നാലും ഒന്നും കൂടി ചേർത്തേക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വെണ്ടയ്ക്ക് ആദ്യം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക് ഏകദേശം ഒന്ന് മൂത്ത് വന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ഉറപ്പുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുക്കറൊക്കെ ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്തേ സാമ്പാറിന്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. തക്കാളി വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റി വന്നു. നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത്തിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്. നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. കിച്ചൺ ട്രഷസിന് സാമ്പാർ പൊടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചൂടാവാനായിട്ട് പൊടികളൊക്കെ ചൂടായി വന്നോട്ടെ. ചൂടായി എല്ലാം നമുക്ക് ഇതിലേക്ക് അപ്പം നമുക്ക് വഴറ്റി വെച്ച തക്കാളി വെണ്ടയ്ക്കായും എല്ലാം കൂടെ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് നമ്മൾ ഇതിൽ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. ഇച്ചിരി ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ സാമ്പാർ ഒന്ന് കൊഴുത്ത് വരും. അപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ശാൻ ചേർത്ത് കൊടുക്കാവേ. അപ്പം സാമ്പാർ വെച്ചുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആവും, ഉച്ചക്കത്തെ ഉള്ളത് കൂടെ ആവും. ഉപ്പ് കുറവാണ്. അപ്പം സാമ്പാർ ഇവിടെ റെഡി. നമുക്ക് ഇനി അവിയലൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ചേന ഞാൻ താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാണ്. ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കഷ്ണങ്ങൾക്ക് അകത്തുനിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും ഒരുപാട് വെള്ളം വേണ്ട. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, അത് മതിയാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേണ്ട, മതിയാവും. പിന്നെ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ കൂടുതലുണ്ട്, അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇരുന്നോട്ടെ. ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ പകുതിയാവും കേട്ടോ. പാത്രത്തിന് അത്രയും മുകളിൽ ഇരിക്കുന്ന കാര്യമാക്കണ്ട, കഷ്ണങ്ങളൊക്കെ നേരെ പകുതിയാവും. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്ന് കൊത്തി വെച്ചങ്ങോട്ട് അടച്ചു വയ്ക്കാം. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കണം. തേങ്ങായും ജീരകവും ചെറിയ ഉള്ളി കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇച്ചിരി ചെറിയ ജാലിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ജീരകം ഇട്ട് കൊടുക്കുക മിക്സിയുടെ ചെറിയ ജാറിലേക്ക്. താഴെ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കാം. ചെറിയ ഉള്ളി കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിയലിൽ ചെറിയ ഉള്ളി ചേർത്താൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേറെ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി കൂടെ അതിനകത്തേക്ക് വീഴും. അപ്പം വെളുത്തുള്ളി ഞാൻ പയറുതോരന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. തേങ്ങയാണ് 3 കൂട്ടം എടുത്ത് ചേർന്നത്. ഒന്ന് അവിയലിന്, തോരന്, പച്ചടിക്ക്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് കുറച്ച് ചതച്ചിട്ട് അതൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാവേ. തേങ്ങ ഏറെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പാടും, നന്നായിട്ട് ചതയത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കാം.
അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിശാലം വെള്ളത്തിലിട്ട് വെക്കാം. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് അവിഞ്ഞ് കാണും. ആവി എടുത്ത് അടിച്ച് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് ഒതുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് യോജിപ്പിക്കാം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ പുളി ചേർക്കുള്ളേ. ഒന്നുകൂടി ഇങ്ങനെ പൊത്തി വയ്ക്കാം നമുക്ക്. കണ്ടോ, നമുക്ക് ആദ്യം വെച്ചപ്പോൾ മുകളിലേക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടോ ഇത്രയും ഭാഗമായത്. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് തോരൻ വയ്ക്കാവേ. ഞാൻ അടുപ്പത്തേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തോരനുള്ളതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുത്തു. ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുവാണേ. 2 തണ്ട് കറിവേപ്പില. അരിഞ്ഞു വെച്ച പയറുതോരനാണ്. അരിഞ്ഞു വെച്ച പയറ് വെച്ച് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് കിടന്നു. നമ്മുടെ സദ്യ ആയതുകൊണ്ട് കറിവേപ്പിലയൊക്കെ നല്ല മണം. അപ്പോൾ അങ്ങോട്ട് കറിവേപ്പില ചേറെ കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണ ഊരിയിട്ടിട്ടുണ്ട്, അല്ലാതെ ചിലത് അല്ലാതെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, തേങ്ങയുടെ കൂടത്തിൽ വീണ്ടും ഇട്ട് അരയ്ക്കായിരുന്നു. ഞാൻ അത് വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇട്ടോളാം അരപ്പ് ചേർത്ത് കൊടുക്കാം. വേവാനുള്ള ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതൊന്ന് പൊത്തി വെച്ച് നമുക്ക് ഇതും അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ അവിയലിൻ്റെ അവസ്ഥയൊക്കെ എന്തായി നോക്കാം. വെള്ളമെല്ലാം വറ്റി അവിയലൊക്കെ നന്നായിട്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നു തോന്നുന്നു കേട്ടോ. അടിക്കൊക്കെ പിടിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്കെല്ലാം വെന്ത് വന്നിട്ട് ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? പുളി ചേർത്ത് കൊടുക്കാം. ആദ്യം പുളിവെള്ളം ചേർത്ത് കൊടുക്കാവേ. വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേനയാണ് വേഗം താമസം, അല്ലാതെ വേറെ കഷ്ണങ്ങളൊന്നും വേഗം താമസമില്ല. അപ്പോൾ ചേനയാണ് വേഗം താമസം. അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വെന്തെന്നാണ്. അപ്പോൾ അരപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരപ്പൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. എല്ലായിടത്തും അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അത് നമുക്കൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ അവിയൽ നമ്മൾ അടച്ചു വെച്ച ശേഷം എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരുപാട് അങ്ങ് ഇളക്കണ്ട. കാരണം ഒരുപാട് ഇളക്കി അങ്ങ് കുഴഞ്ഞ് വല്ലാണ്ടാവും. അപ്പോൾ ഈ ഒരു രീതി തന്നെ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാങ്ങി വെച്ച സാധനം വെളിച്ചെണ്ണയോട് ഒഴിച്ച്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് വേവിച്ചത്. അതുകൊണ്ട് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ അവിയൽ ഇവിടെ റെഡി. അവിയൽ വെന്തപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരന് വെള്ളമെല്ലാം പറ്റി നിരത്തി ഇട്ട് കൊടുത്തേ. കിടന്ന് ഒന്ന് വെള്ളമൊക്കെ പറ്റട്ടെ. അപ്പം നമ്മുടെ അവിയൽ റെഡി, തോരൻ റെഡി, സാമ്പാർ റെഡി. ഇനി പച്ചടി കൂടെ റെഡിയാക്കണം. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാൻ പോകും. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. തൈര് ചേർക്കാനുള്ളതായതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇച്ചിരി ചേർത്താലും കുഴപ്പമില്ല, കൂടി പോകണ്ടിരുന്നാൽ മതി. ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ടങ്ങോട്ട് കൊടുക്കുക, ഒരു മണമൊക്കെ വരട്ടെ. ഇപ്പോൾ ഇത് വെള്ളം വച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയും ജീരകവും ഇല്ലേ, ജീരകവും ശകലം ഉള്ളിയും കൂടി അങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
അപ്പോൾ തോരനൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. തോരൻ റെഡിയായി എല്ലാം നിരത്തിയൊക്കെ ഇട്ടു. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. അപ്പം തോരൻ റെഡിയായി. ഇനി പച്ചടിയാണ്. പച്ചടിയുടെ വെള്ളമൊക്കെ വറ്റാറായി. ആ സമയം കൊണ്ട് ഞാൻ ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുത്തു. തേങ്ങായും ശകലം ജീരകവും ഇച്ചിരി വെളുത്തുള്ളി ശകലം ചുവന്നുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വെള്ളം വറ്റി കഴിയുമ്പോൾ അപ്പോൾ വെള്ളം വറ്റാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ പച്ചടി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം എല്ലാം വറ്റിയായിരുന്നേ. നമ്മൾ അരപ്പിട്ട് കൊടുക്കുവാണ്. അരപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അരപ്പ് ചൂടായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. നമുക്ക് വാങ്ങി വെച്ച ശേഷം തൈര് വെച്ച് കൊടുക്കും. ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തുള്ളായിരുന്നേ. കുറവാ. അതിന് നല്ല പുളിയുള്ളതായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഭാഗമായിട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാവേ. പച്ചമുളക്, കറിവേപ്പില, ഇത്രേ ഉള്ളൂ. നമ്മുടെ പച്ചടി ഇവിടെ റെഡി. ഇനി ചെയ്യാനുള്ളത് പപ്പടം കാച്ചണം, പിന്നെ പായസം ഉണ്ടാക്കണം. പായസം സേമിയ പായസമാണ്. അതുകൊണ്ട് എളുപ്പമുണ്ട്. എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഫുൾ മിക്സാണ്. അപ്പം പരിപ്പ് കറി ഇച്ചിരി കടുക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. പരിപ്പ് കറി അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം അതിന് കടുവ് അമ്മ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ അതിന് കടുവ് പൊട്ടിക്കാൻ വിചാരിച്ചു. പരിപ്പ് കറിക്ക് കടുവ് പൊട്ടിക്കത്തില്ലെന്ന് അമ്മ പറയുന്നു. പക്ഷെ ഞങ്ങളൊക്കെ എല്ലാം പൊട്ടിക്കാറുണ്ട്. കറിക്ക് കടുവ് പൊട്ടിച്ചാൽ ഒരു ഗുമ്മുള്ളൂ. പരിപ്പ് കറിക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു ഇളക്കി കൊടുക്കാം. നമുക്ക് പായസം റെഡിയാക്കാൻ പോവാണ്. സേമിയ പായസം മിക്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്രാഹ്മിൺസിന്റെ കേട്ടോ സേമിയ പായസം മിക്സ് ആണ്. അവർ പറഞ്ഞേക്കുന്നത് ഒരു 5 രൂപ മുതൽ ഉറപ്പുള്ള സമ്മാനങ്ങളുണ്ട്. ഗോൾഡ് കോയിൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്. സ്വർണ്ണ നാണയം വരെ ഓഫർ കിട്ടും, സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് എന്തായാലും ഇതിനകത്ത് വല്ലതും വെക്കുമോ? ഇല്ലല്ലോ, ഇതിനകത്തൊന്നും വെക്കത്തില്ലായിരിക്കും അല്ലേ. പായസം കുടിക്കുമ്പോൾ ഗോൾഡ് കോയിൻ വല്ലതും കിട്ടിയാൽ തരണേ. അതെ ഇതിനകത്തൊരു 5 രൂപ കവറിനകത്തത് അതാണ് കേട്ടോ. അതാ പറഞ്ഞേക്കുന്നത് 5 രൂപ മുതൽ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നേടും 5 രൂപ മുതൽ ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഇപ്പോൾ 5 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷത്തെ ഓണത്തിന് കിട്ടിയ 5 രൂപയാണ്. 5 രൂപ കോയിൻ. ബ്രാഹ്മിൺസിന്റെ സേമിയ പായസമായിരുന്നു കേട്ടോ. ബ്രാഹ്മിൺസിന്റെ സേമിയ പായസം മിക്സ്. അപ്പോൾ താങ്ക് യു ബ്രാഹ്മിൺസ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമുക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ, മിക്സ് ആയതുകൊണ്ട് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതിവിടെ സിമ്മയിലാക്കിയിരുന്ന സേമിയ അതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ സിമ്മയിലാക്കി ഞാൻ കുറേ നേരം ഇങ്ങനെ വെക്കും. 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 പാക്കറ്റ് സേമിയയ്ക്ക് 200 ഗ്രാം സേമിയയ്ക്ക് 2 പാക്കറ്റ് പാല്. അപ്പോൾ ഇതുകൊണ്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട്. പിന്നെ പപ്പട കച്ചവടമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്കിനി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാം. പായസം അടുപ്പത്തിരുന്ന് തിളച്ച് ഒക്കെ വേഗമെന്നൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം കാച്ചിയെടുത്താലോ. അപ്പോൾ നമ്മൾ പാത്രം ചൂടാകാൻ വെച്ച് നമുക്കിനി പപ്പടം കാച്ചിയെടുക്കാം. ഇത് കൂടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുക്കിംഗ് തീർന്നു. ഇന്നത്തെ കുക്കിംഗ് തീർന്നു. പപ്പടം കാച്ചിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ
ഇനി ഞാൻ പോയി കുറച്ച് നേരം TV കാണും. അപ്പോൾ ഇതോടുകൂടി കുക്കിംഗ് ഇനി കഴിക്കാറാകുമ്പോഴത്തേക്ക് കഴിച്ചാൽ മതി. ഇപ്പം 1 മണിയായോ, 1 മണി ആറായെന്ന് തോന്നുന്നു സമയം. അപ്പം ഇവിടെ 2 മണിയൊക്കെ ആയിട്ട് നമ്മൾ ആഹാരം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പോയി കുറച്ച് നേരം TV കാണുക, പിന്നെ മെസ്സേജൊക്കെ എല്ലാവർക്കും അയക്കുക, ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സദ്യ വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓണപ്പരിപാടി ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.